പ്രിഫേ സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്ലസ് ടു കെമിസ്ട്രിയുടെ 5ാമത്തെ ചാപ്റ്ററായ സർഫസ് കെമിസ്ട്രിയുടെ 8ാമത്തെ പാളിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ക്ലൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് ആണ്. അപ്പൊ ഈ സോപ്പിലെ ക്ലൻസിങ് ആക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ സോപ്പ് എങ്ങനെയാണ് ഡേർട്ടിനെ റിമൂവ് ചെയ്യുന്നത് എന്നതിനെ പറ്റി നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്ലൻസിങ് ആക്ഷൻ ഓഫ് സോപ്പില് നമ്മൾ എന്ത് കാര്യം കൂടെ പഠിക്കുന്നുണ്ട്, മീസൽസിന്റെ ഫോർമേഷൻ കൂടി പഠിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മീസൽ എന്താണെന്നൊക്കെ നമ്മൾ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ പറഞ്ഞു പോയതാണ്. 3ാമത്തെ ക്ലാസിഫിക്കേഷനിലാണ് മീസൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ വന്നത്. ഡേർട്ടിനെ എങ്ങനെയാണ് സോപ്പ് റിമൂവ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. സോപ്പ് ഈസ് എ സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ് ആൻഡ് മേ ബി റെപ്രസെന്റഡ് ആസ് RCOO minus Na plus. നമ്മുടെ കയ്യിലുള്ള സോപ്പ് എന്ന് പറയുന്നത് ഹയർ ഫാറ്റി ആസിഡുകളുടെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സാൾട്ടുകളെയാണ് സോപ്പ് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, RCOO minus Na plus എന്നാണ് സോപ്പിനെ റെപ്രസെന്റ് ചെയ്യുക. ഇത് എന്താണ്, സോപ്പിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള കെമിക്കൽ ഫോർമുലയാണ് RCOO minus Na plus. സോപ്പിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ വലിയ ചെയിനിനെ ഡിനോട്ട് ചെയ്യാനാണ് ഇവിടെ R എന്ന് പറഞ്ഞ സിമ്പൽ കൊടുത്തിട്ട് R എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ഈ സോപ്പിന്റെ സ്ട്രക്ചറിനെ നമ്മൾ എന്തെന്ന് പറയും, സോഡിയം സ്റ്റെറേറ്റ് എന്നാണ് നമ്മുടെ സോപ്പിനെ നമ്മൾ വിളിക്കുന്നത്. ഡിറ്റർജന്റ് അല്ലെങ്കിൽ സോപ്പിനെ നമ്മൾ വെള്ളത്തെ ഡിസോൾവ് ചെയ്യിക്കുന്ന സമയത്ത് ഈ സ്ട്രക്ചർ രണ്ടായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അതായത് RCOO മൈനസ് ഒരു പാർട്ടായിട്ടും Na പ്ലസ് മറ്റൊരു പാർട്ടായിട്ടും ഡിസോസിയേറ്റ് ചെയ്യും. നമുക്ക് ഇതിൽ RCOO മൈനസിനെയാണ് നമുക്ക് ആവശ്യം, Na പ്ലസിന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. ക്ലൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് പറയാൻ വേണ്ടി നമുക്ക് RCOO മൈനസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് RCOO മൈനസിനെ പറ്റി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ സോപ്പ് അല്ലെങ്കിൽ ഡിറ്റർജന്റ് ഡിസോൾവ് ചെയ്യിക്കുന്ന സമയത്താണ് നമുക്ക് RCOO മൈനസ് കിട്ടുക. RCOO മൈനസിന്റെ സ്ട്രക്ചർ ആണ് ഇപ്പൊ നിങ്ങളിവിടെ കാണുന്നത്. അതിൽ R എന്ന് പറയുന്നത് ഈ ലോങ് ചെയിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഈ സ്ട്രക്ചർ RCOO മൈനസ് നമ്മൾ എടുക്കുമ്പോൾ അവിടെ ഒരു ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിലും, ഇത് കണ്ട ഒരു ടെയില് പോലെയല്ലേ തോന്നുന്നത്. അപ്പോൾ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഒരു ടെയിലും ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഒരു ഹെഡും കാണും. ഓക്കെ, ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ ജലത്തോട് പേടിയുള്ള അല്ലെങ്കിൽ ജലത്തിനെ വെറുക്കുന്ന ഒരു ടെയില്, വാട്ടറിനെ ഇഷ്ടപ്പെടാത്ത ഭാഗമാണ് ഇതിന്റെ ടെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടറിനെ എവിടെ കണ്ടാലും ഈ ടെയിൽ റിപ്പൽ ചെയ്ത് പോകും. പക്ഷെ ഹൈഡ്രോഫിലിക് ഹെഡ് എന്ന് പറയുന്ന ഈ ഹെഡ് അതെന്താണ്, വാട്ടർ ലവിങ് ആണ്. അപ്പൊ വാട്ടർ എവിടെ ഉണ്ടോ അവ അങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ പോകും. ഇവ എന്ത് ചെയ്തു, റിപ്പൽ ചെയ്ത് നിൽക്കും. അപ്പോൾ ഇത് രണ്ടും ഒരു പാർട്ടിലുള്ളതാണ് എന്ന് ഓർക്കുക. ഈ ഹെഡ് ഭാഗം വാട്ടറിനെ ഇഷ്ടപ്പെടുന്നു, ടെയിൽ ഭാഗം വാട്ടറിനെ വെറുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ RCOO മൈനസിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റെറേറ്റ് അയോൺ എന്നാണ്. ഓക്കെ, നമ്മൾ ഈ ഹൈഡ്രോഫിലിക് ഹെഡ് നോക്കിയാൽ ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഇവിടെ ഒരു ചാർജ് കാണാൻ പറ്റും. RCOO മൈനസ് നോക്കിയാൽ ഇവിടെ ഒരു ചാർജ് കാണാൻ പറ്റും, മൈനസ് ചാർജ്. അപ്പോൾ ആ മൈനസ് ചാർജ് വരുന്ന ഹെഡ് പൊസിഷനിലാണ്. ഈ ഹെഡ് പൊസിഷനിലാണ് മൈനസ് ചാർജ്, ഇവിടെ ഉണ്ട് മൈനസ് ചാർജ്. അപ്പോൾ ഈ മൈനസ് ചാർജ് ഹെഡ് പൊസിഷനിൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഹെഡിനെ മറ്റൊരു പേരിലും കൂടെ പറയാം, പോളാർ ഹെഡ് എന്നും പറയാം. അതുപോലെ ഇവിടെ നമുക്ക് നോക്കിയാൽ ചാർജസ് ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ടെയിലിനെ നമുക്ക് മറ്റൊരു പേരിൽ ഹൈഡ്രോഫോബിക് ടെയിൽ എന്നല്ലാതെ മറ്റൊരു പേരിലും പറയാം, ചാർജ് ഇല്ലാത്തതുകൊണ്ട് നോൺ പോളാർ ടെയിൽ എന്ന് നമുക്ക് ഈ ടെയിലിനെ വിളിക്കാം. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിനെ ടെയിൽ പോർഷൻ ആണ്. ഈ ടെയിൽ പോർഷനെ ഹൈഡ്രോഫോബിക് ടെയിൽ എന്നാണ് പറയാ, അല്ലെങ്കിൽ നോൺ പോളാർ ടെയിൽ എന്ന് നമ്മൾ ഇതിനെ പറയും. ഇതിനെ ഹൈഡ്രോഫിലിക് ഹെഡ് എന്ന് പറയും, അല്ലെങ്കിൽ പോളാർ ഹെഡ് എന്നും നമ്മൾ പറയും. ഇവിടെ ഒരു ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതിനെ പോളാർ ഹെഡ് എന്നും നമുക്ക് പറയാം. ഓക്കെ, സോപ്പിനെ ഡിനോട്ട് ചെയ്യുന്നത് RCOO മൈനസ് Na പ്ലസ് എന്നാണ്. അത് ഈ സോപ്പിനെ നമ്മളെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. RCOO മൈനസ് എന്നും Na പ്ലസ് എന്നും പറഞ്ഞ് രണ്ടായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഈ RCOO മൈനസിന്റെ സ്ട്രക്ചർ നമ്മളിവിടെ കണ്ടതാണ്. നോൺ പോളാർ ആയിട്ടുള്ള ഒരു ടെയിൽ ഉണ്ട്, അതുപോലെ പോളാർ ആയിട്ടുള്ള ഇവിടെ ചാർജ് കണ്ടോ, മൈനസ് ചാർജ് ഉള്ള ഒരു ഹെഡും ഇവിടെ ഉണ്ട്, പോളാർ ഹെഡും ഉണ്ട്. ഓക്കെ, ആ ഹെഡ് വെള്ളത്തിനെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഹൈഡ്രോഫിലിക് ഹെഡ് എന്നാണ് പറയാ. ഈ ടെയില് വാട്ടറിനെ അല്ലെങ്കിൽ വെള്ളത്തിനെ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് അതിനെ ഹൈഡ്രോഫോബിക് ടെയിൽ എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ സോപ്പിനെ നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്യുന്ന, ഇപ്പോൾ ഒരു ബീക്കറിൽ നമ്മൾ വെള്ളം എടുത്തു, വെള്ളത്തിൽ നമ്മൾ സോപ്പ് ആഡ് ചെയ്യുന്ന സമയത്ത് ഹെഡ് വാട്ടറിനോട് ചേർന്ന് നിൽക്കും, എന്നാൽ ടെയിൽ എങ്ങോട്ടാണ് നിൽക്കുന്നത്, വാട്ടറിൽ നിന്നും റിപ്പൽ ചെയ്താണ് നിൽക്കുന്നത്. അതായത് ഇവന് വെള്ളത്തിനോട് ഇഷ്ടമില്ല, വെള്ളത്തിനെ ഇഷ്ടമില്ലാത്ത ആളാണ് ഈ ടെയിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള്
ഇനി എങ്ങനെയാണ് ഈ സോപ്പ് ഡേർട്ടിനെ റിമൂവ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ അതിൽ ആദ്യം നമ്മൾ ഒരു ക്ലോത്ത് എടുക്കുകയാണ്. ഈ ക്ലോത്തിൽ എന്ത് വന്നു? ഡേർട്ട് വന്ന് പറ്റി പിടിച്ചിരിക്കുകയാണ്. ഈ ഡേർട്ടിനെ നമ്മുടെ സോപ്പ് എങ്ങനെ റിമൂവ് ചെയ്യും എന്നതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഡേർട്ട് അടങ്ങിയ ഈ ക്ലോത്തിനെ ബീക്കറിൽ നമ്മളിപ്പോ എന്താണ് സോപ്പിനെ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ ബീക്കറിൽ നമ്മൾ ഈ ഡേർട്ടിനെ നമ്മൾ എന്താണ് ഡിസോൾവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ സമയത്ത് സ്റ്റെറൈറ്റ് അയോൺ ഉണ്ടല്ലോ, അതായത് ഈ സംഭവം ഉണ്ടല്ലോ, ഈ സംഭവം എല്ലാം കൂടെ വന്ന് നമ്മുടെ ഈ ഡേർട്ടിന് ചുറ്റും എന്ത് ചെയ്യും? ഇങ്ങനെ വന്ന് ട്രാപ്പ് ചെയ്ത് നിൽക്കും. ഇവന്റെ ടെയില് ഡേർട്ടിൽ പറ്റി പിടിച്ചിരിക്കും, എന്നിട്ട് ഹെഡ് എങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കും? വെള്ളം ഉള്ള സ്ഥലത്തോട്ട് ഫേസ് ചെയ്യും. അപ്പൊ ഇതിന് ചുറ്റും വെള്ളമായിരിക്കും, ക്ലോത്തിന് ചുറ്റും വെള്ളമായിരിക്കും. വെള്ളം ഉള്ള സ്ഥലത്തേക്ക് ഫേസ് ചെയ്ത് നിൽക്കും നമ്മുടെ ഈ ഹൈഡ്രോഫിലിക് ഹെഡ്. ടെയില് നമ്മുടെ ഡേർട്ടിനോട് പറ്റി പിടിച്ചിരിക്കും. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. അപ്പൊ ഇവ എന്ത് ചെയ്യും? ഒരു അഗ്രിഗേറ്റ് ആയിട്ട് ഫോം ചെയ്യും. അതായത് സ്റ്റെറൈറ്റ് അയോണും ഡേർട്ടുമായിട്ട് കൂടിച്ചേർന്നിരിക്കുന്ന ഈ അഗ്രിഗേറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീസൽസ്. നമ്മൾ ഇനി ഈ ക്ലോത്തിനെ ചെറുതായിട്ട് ഒന്ന് അജിറ്റേറ്റ് ചെയ്ത് കൊടുത്താൽ ഈ ഡേർട്ടും സ്റ്റെറൈറ്റ് അയോണും എല്ലാം കൂടി നമ്മുടെ ക്ലോത്തിൽ നിന്ന് റിമൂവ് ആവും. നമ്മുടെ ക്ലോത്ത് എന്ത് ക്ലീൻ ആവും. ഈ റിമൂവ് ആയ മീസല് നമ്മുടെ ബക്കറ്റിനുള്ളിലെ വെള്ളത്തിൽ ചേർന്ന് അതൊരു ഇമൾഷൻ ആയിട്ടായിരിക്കും കിടക്കുക. ഇമൾഷൻ ആയിട്ടായിരിക്കും അത് അവിടെ നമ്മുടെ ബക്കറ്റിനുള്ളിൽ കിടക്കുക. നമ്മള് ബക്കറ്റിൽ നിന്ന് ആ വെള്ളം എടുത്ത് കളയുമ്പോൾ എന്ത് ചെയ്യും? ഇതൊരു എമർഷൻ ആയിട്ട് എന്താണ് പുറത്തേക്ക് പോകും. നമുക്ക് ക്ലോത്തിൽ നിന്ന് ഡേർട്ടിനെ റിമൂവ് ചെയ്യാനും പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ക്ലൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് വരുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടെ പറയാം. ക്ലൻസിങ് ആക്ഷന്റെ രീതി ഒന്ന് മനസ്സിലാക്കാം. ക്ലോത്തിന്റെ പുറത്ത് ഡേർട്ട് വന്നിരുന്നു. നമ്മൾ സോപ്പ് അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സോപ്പിലുള്ള ഈ സ്റ്റെറൈറ്റ് അയോൺ വരും. സ്റ്റെറൈറ്റ് അയോൺ വന്നിട്ട് അതിന്റെ ടെയില്, അതായത് ഹൈഡ്രോഫോബിക് ആണ്, വെള്ളത്തിനെ മാത്രമേ പേടിയുള്ളൂ. അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യും? ആ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയില് വന്ന് ഡേർട്ടിൽ വന്ന് പറ്റി പിടിച്ചിരിക്കും. എല്ലാ സ്റ്റെറൈറ്റ് അയോൺസും വന്ന് ഡേർട്ടിന്റെ പുറത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരുന്ന് ഇങ്ങനെ ഫോം ചെയ്യുന്നതിനെ പറയുന്നത് ഡേർട്ടും സ്റ്റെറൈറ്റ് അയോണും. ഈ സ്റ്റെറൈറ്റ് അയോൺ, ഇവിടെ ഉണ്ടായ ഈ സ്റ്റെറൈറ്റ് അയോണും ഈ ഡേർട്ടും തമ്മിലുള്ള ഈ അഗ്രിഗേറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മീസൽ. നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് മീസല് നമ്മുടെ ക്ലോത്തിൽ നിന്നും എന്ത് ചെയ്യും? ഡിറ്റാച്ച് ചെയ്ത് ആ വെള്ളത്തിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ ഫോം ആ വെള്ളത്തിൽ കലങ്ങുന്ന സമയത്ത് അത് എന്തായിട്ടാണ് മാറുന്നത്? ഒരു എമൾഷൻ ആയിട്ടായിരിക്കും മാറുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ക്ലൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.